അമൃത് കുടിവെള്ള പദ്ധതിയെ ചൊല്ലി കുന്നംകുളം കൌൺസിൽ യോഗത്തിൽ ബിജെപി പ്രതിഷേധം. പ്രതിഷേധത്തിനിടെ അജണ്ടകൾ പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. കുന്നംകുളം നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന് ശൂന്യവേളയിൽ ബിജെപി കൌൺസിലർ ബിനു പ്രസാദ് ആവശ്യപ്പെട്ടു. വേനൽക്കാലത്തിന് മുമ്പ് തന്നെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണെന്നും ബിനു പറഞ്ഞു. എന്നാൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നഗരസഭ വാഹനങ്ങളിൽ വെള്ളം വിതരണം നടത്തിയിട്ടുണ്ടെന്നും ബിജെപി കൌൺസിലർ അതിന് നന്ദി പറയണമെന്നും ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ ടി സോമശേഖരൻ തിരിച്ചടിച്ചു. ആരുടെയും തറവാട്ട് സ്വത്ത് എടുത്തല്ല വെള്ളം എത്തിച്ചതെന്നും നന്ദി പറയേണ്ട കാര്യമില്ലെന്നും ബിജെപി കക്ഷി നേതാവ് കെ മുരളി വ്യക്തമാക്കിയതോടെയാണ് തർക്കത്തിന് തുടക്കമായത്. കേന്ദ്ര സർക്കാർ പദ്ധതിയായ അമൃത് പദ്ധതി നടപ്പിലാക്കാതെ ഭരണ നേതൃത്വം രാഷ്ട്രീയം കളിക്കുകയാണെന്ന ബിജെപി കൌൺസിലർമാരുടെ വാദത്തെ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ PM സുരേഷ് ചോദ്യം ചെയ്തു. ഭൂമിക്കടിയിൽ പൈപ്പിട്ടാൽ വെള്ളം വരുമോ എന്നും എവിടെ നിന്നാണ് വെള്ളം എത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയും ആയിട്ടില്ലെന്നും സുരേഷ് മറുപടി പറഞ്ഞു. അമൃത് പദ്ധതി കേന്ദ്രത്തിന്റെ മാത്രം പദ്ധതിയല്ലെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും വ്യക്തമാക്കി. 50% ഫണ്ട് കേന്ദ്രം നൽകുമ്പോൾ 37.5% ഫണ്ട് സംസ്ഥാന സർക്കാരും 12.5% നഗരസഭയും ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. ഇതോടെ ബിജെപി അംഗങ്ങൾ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിൽ ഇറങ്ങുകയായിരുന്നു. ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിൽ നിന്നും ബിജെപി കൌൺസിലർമാർ മുദ്രാവാക്യം വിളി തുടരുന്നതിനിടെ അജണ്ടകൾ വായിച്ചു പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. യോഗത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, ടി സോമശേഖരൻ, കൌൺസിലർമാരായ കെ മുരളി, ബിനു പ്രസാദ്, ഗീത ശശി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം പ്രസ് ക്ലബ് ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് മാളിയേക്കൽ, MM അജ്മൽ എന്നിവരെ കൌൺസിൽ യോഗം അഭിനന്ദിച്ചു. മനുഷ്യാവകാശ ദിനത്തിൽ നടന്ന കൌൺസിൽ യോഗം പ്രതിജ്ഞയോടെയാണ് ആരംഭിച്ചത്. CCTV ന്യൂസ്, കുന്നംകുളം.